ഇപ്പോൾ പരീക്ഷണ ചിത്രങ്ങൾ എടുക്കാൻ മടി കാണിക്കാത്ത താരമായി മലയാളികളുടെ പ്രിയ താരം മമ്മൂട്ടി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ താരത്തിന്റെ പുതുതായി എത്താനിരിക്കുന്ന ബ്രഹ്മയുഗം എന്ന ചിത്രമാണ് ആരാധകരെ ആവേശത്തിലാക്കിയിരിക്കുന്നത്. കംപ്ലീറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡിലെത്തുന്ന ചിത്രം ആരാധകരെ മാത്രമേ തൃപ്തിപ്പെടുത്തുകയുള്ളൂ എന്ന ആശങ്കകളും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. എന്നാൽ ചിത്രത്തിന്റെ ഓരോ അപ്ഡേറ്റുകളും നൽകുന്ന പ്രതീക്ഷകൾ വാനോളമാണ്. മമ്മൂട്ടിയുടെ ഏറെ വേറിട്ട പ്രകടനമാകും ചിത്രത്തിലേതെന്നത് പ്രമോഷൻ മെറ്റീരിയലുകളിൽ നിന്നും വ്യക്തമാണ്. എന്റെ ഗ്രാമം, പെരുവഴി അമ്പലം, ഡോൺ പാലത്തറയുടെ ശവം എന്നീ ചിത്രങ്ങൾ മലയാളത്തിൽ അവസാനമായി ഇറങ്ങിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളായി നമ്മുടെ മുന്നിലുണ്ടാകുമ്പോഴും ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടി എന്ന താരത്തിന്റെ സാന്നിധ്യം നൽകുന്നത് ചിത്രത്തിന്റെ ഹൈപ്പ് വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. താരത്തിന്റെ വിവിധ ഭാവത്തിലുള്ള പോസ്റ്ററുകൾ പുറത്തു വന്നെങ്കിലും താരത്തിന്റെ കഥാപാത്രം എന്തായിരിക്കുമെന്നുള്ള സൂചനകൾ ഒന്നും പുറത്തു വന്നിട്ടില്ലായിരുന്നു. എന്നാൽ മന്ത്രവാദിയായ കഥാപാത്രമായിരിക്കുമെന്ന ചില സൂചനകളുണ്ടെങ്കിലും ഇപ്പോൾ ഐതിഹ്യമാലയിൽ കടമറ്റത്ത് കത്തനാരുടെ ഐതിഹ്യം പറയുന്ന ഭാഗത്തുള്ളത് കുഞ്ചമൺ പോറ്റിയായിരിക്കും മമ്മൂട്ടിയുടെ കഥാപാത്രമെന്നാണ് ചർച്ചകൾ. ആഭിചാരത്തിന്റെ ആശാനാണ് കുഞ്ചമൺ പോറ്റി. ആദ്യമായി ചാത്തനെ നേരിട്ട് പ്രത്യക്ഷപ്പെടുത്തിയ ഉപാസകൻ കത്തനാരുമായി അടുപ്പത്തിലായിരുന്നുവെന്ന് ഐതിഹ്യമാലയിലുണ്ട്. പോറ്റിക്ക് ചാത്തൻ സേവയാണ് പ്രിയമെന്ന് ഐതിഹ്യമാലയിൽ കാണാം. മമ്മൂട്ടിക്കും ബ്രഹ്മയുഗത്തിനുമൊപ്പം നമ്മളെ കൂടുതൽ ആകൃഷ്ടരാക്കുക കുഞ്ചമൺ പോറ്റിയുടെ കഥകൾ കൂടിയായിരിക്കും. കുഞ്ചമൺ പോറ്റിയുടെ ചാത്തൻ ഒഴിപ്പിക്കൽ കഥകൾ വായിക്കുമ്പോൾ ഭയത്തിനൊപ്പം ആകാംക്ഷയും നിറയ്ക്കും. അങ്ങനെയൊരു കഥയിലെ ഒരു ഭാഗം ഇങ്ങനെ: ആവശ്യക്കാർ വന്ന് അപേക്ഷിച്ചാൽ തൽക്കാലം പോകുന്നതിന് സൗകര്യമില്ലെങ്കിൽ കുഞ്ചമൺ പോറ്റിമാർ അവധി വെച്ച് എഴുത്തുകൊടുത്ത് തൽക്കാലത്തേക്ക് ചാത്തന്മാരെ ഒഴിച്ചു നിർത്തുക ഇന്നും പതിവുള്ളതാണ്. ഇന്ന മാസം ഇത്രാം തീയതി നാം അവിടെ വരുന്നതാണ്. അതുവരെ നിങ്ങൾ ഇന്ന ഗൃഹത്തിൽ യാതൊരു ഉപദ്രവവും ചെയ്തു പോവരുത്. ഇത് നമ്മുടെ കുട്ടിച്ചാത്തന്മാരെ ഗ്രഹിപ്പിക്കാൻ കുഞ്ചമൺ പോറ്റി ഇന്ന ആര് ഇപ്രകാരമാണ് അവർ എഴുത്തു കൊടുത്തയക്കുന്നത്. ചിത്രത്തെക്കുറിച്ചുള്ള ധാരാളം ചർച്ചകൾ സോഷ്യൽ മീഡിയയിലെ സിനിമാസ്വാദക ഗ്രൂപ്പുകളിൽ നടക്കാറുണ്ട്. ഇങ്ങനെയെന്നാണ് മലയാളം മൂവി ആൻഡ് മ്യൂസിക് ഡാറ്റാബേസ് M3DB എന്ന പേജിൽ മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ചും കുഞ്ചമൺ പോറ്റിയെക്കുറിച്ചുമുള്ള ചർച്ചകൾ ആൽഫ്രഡ് ഡാനിയൽ എന്ന പ്രൊഫൈലിന് തുടക്കമിട്ടത്. ഇത് ചിലപ്പോൾ ഡ്രാക്കുള കഥയെ മല്ലു ലൈനപ്പിൽ കയറ്റിയതാവാനും മതി. വളരെ കാലത്തിന് ശേഷം മനയിലേക്ക് വന്ന അതിഥി എന്ന ഡയലോഗ് കേട്ടപ്പോൾ ജോനാഥൻ ഡ്രാക്കുള കോട്ടയിൽ വന്ന ഒരു ഡോൺ എന്നും രാജേഷ് ലീല കമന്റ് ചെയ്യുന്നു. എന്തായാലും പടത്തിന് കട്ട വെയിറ്റിംഗ് ആണ്. തിയേറ്റർ എക്സ്പീരിയൻസ് ഉറപ്പാണെന്ന് അജയ് കുമാർ പറയുന്നു. കമന്റുകളിൽ തോംസ് ചിത്രകഥകളിലെ കുഞ്ചമൺ പോറ്റി റഫറൻസുകളും ചിലർ പങ്കുവെക്കുന്നുണ്ട്. എന്ത് കഥയാണെങ്കിലും നന്നായി എൻഗേജ് ചെയ്യിപ്പിക്കുക എന്നതാണ് പ്രധാനമെന്ന് സഫീർ സിദ്ദിഖ് പറയുന്നു. എന്തുതന്നെയായാലും ഫെബ്രുവരി 15 ബ്രഹ്മയുഗം തിയേറ്ററുകളിൽ എത്തുമ്പോൾ എല്ലാ അഭ്യൂഹങ്ങൾക്കും ഉത്തരം ലഭിക്കും. ഹൊറർ ത്രില്ലർ ജോണറിൽ പെടുന്ന ചിത്രം 10 യൂറോപ്യൻ രാജ്യങ്ങളിലാണ് റിലീസ് ചെയ്യുക. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നിങ്ങനെ 5 ഭാഷകളിലായാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്. കേരളത്തിൽ 300-ലധികം തിയേറ്ററുകളിലാണ് റിലീസ് എന്നാണ് വിവരം. ഭൂതകാലം എന്ന ചിത്രത്തിന് ശേഷം രാഹുൽ സദാശിവൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബ്രഹ്മയുഗം. അമാൽഡ ലിസ്, സിദ്ധാർത്ഥ് ഭരതൻ, അർജുൻ അശോകൻ എന്നിവരാണ് പ്രധാന വേഷങ്ങൾ.